Hi dears, welcome back to EduFix Academy. BSc FF അതായത് ബാച്ചുലർ ഓഫ് സയൻസ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു BSc ഡിഗ്രി കോഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിന്നോ വീട്ടിൽ നിന്നുകൊണ്ടോ നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലോ ബിസിനസ്സോ ഉപേക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു 3 ഇയർ ഡിഗ്രിയാണ്. മാക്സിമം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അനുവദിച്ച് തരുന്നത് 6 ഇയേഴ്സാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ മീഡിയം പഠിക്കേണ്ട ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. സ്പെഷ്യലൈസേഷൻ വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നാഗരികവൽക്കരണവും അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ചേഞ്ചസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അതുപോലെ അർബണൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി, അതുപോലെ ഫുഡ് രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതുമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന പുതിയ ടെക്നോളജികൾ, ഇന്നോവേഷൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് ബോൺ ഇൽനെസ്, പോയ്സണിങ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് 2006 ഒരു ആക്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു പഠനങ്ങളാണ് ഇതിനെക്കുറിച്ച് ഇഗ്നോ യൂണിവേഴ്സിറ്റിയോ ഇഗ്നോയുടെ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറും ഒരുമിച്ച് നടത്തപ്പെടുന്ന ഒരു കോഴ്സാണ് ഈ ഒരു ഡിഗ്രി BSc കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇതവിടെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ടീം ലീഡർ, സൂപ്പർവൈസർ, മാനേജർ ഇൻ ഫുഡ് ഇൻഡസ്ട്രി ആൻഡ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ടെക്നിക്കൽ ഓഫീസർ ഇൻ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്തരത്തിലുള്ള ജോബ്സൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. +2 വിത്ത് സയൻസ് ആണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സബ്ജക്റ്റിൽ ഉള്ള ഒരു +2 ആണ് ഇതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കൂ നിങ്ങൾ, 6000 രൂപയാണ് പെർ ഇയർ. അപ്പോൾ ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാമാണ്. ഓരോ വർഷവും കൂടുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടി വരും. ഓരോ വർഷവും കൂടുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ 3 വർഷമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 6700 രൂപയാണ്, കാരണം രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും കൂടെ ഉൾപ്പെടെ. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 6000. ഇനി നിങ്ങൾക്ക് പുസ്തകം വേണ്ട, ഓൺലൈനിൽ PDF ആയിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി മതി എങ്കിൽ നിങ്ങൾക്ക് ഈ 6000 രൂപയിൽ നിന്ന് 15% ഡിസ്കൗണ്ട് കൂടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് പുസ്തകം കയ്യിൽ കിട്ടില്ല, പകരം നിങ്ങൾ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും. ഈ ഒരു കോഴ്സ് എൻ്റെ ഒരു സിലബസ് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഏകദേശം 2, 4, 6, 7, 8 കോഴ്സസ്, 8 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. അതുപോലെ സെക്കൻഡ് സെമസ്റ്റർ അങ്ങനെ പോകുന്നു. തേർഡ് സെമസ്റ്റർ ഇനി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ വരെയാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നൽകുന്നതാണ്. ഈ ഒരു കോഴ്സ് നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അകത്ത് കല്ലൂരിൽ മാത്രമേ ഈ ഒരു കോഴ്സ് ഉള്ളൂ. അപ്പോൾ കല്ലൂരിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് 2 സെൻറ്റേഴ്സ് ഉണ്ട്. ഈ 2 സെൻറ്ററുകളിൽ മാത്രമേ തിരുവനന്തപുരത്ത് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ ഒരു കോഴ്സ് ഇല്ല. അപ്പോൾ കേരളത്തിൽ തന്നെ ടോട്ടൽ 3 സ്റ്റഡി സെൻറ്ററുകൾ മാത്രമേ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ സിലബസ് നമുക്കൊന്നുകൂടെ പ്രോസ്പെക്ടസിൽ നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും 8 കോഴ്സുകളാണ് ചെയ്യേണ്ടത്. അതുപോലെ സെക്കൻഡ് സെമസ്റ്ററിൽ ഈ ഒരു കോഴ്സുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഫസ്റ്റ് ഇയറിലാണ് നിങ്ങൾക്ക് 8 സബ്ജക്റ്റുകൾ വരുന്നത്. ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ ഒരു കോഴ്സ് 2, അതുപോലെ തന്നെ 3, 4, ഇവിടെ 4ഉം സെക്കൻഡ് സെമസ്റ്ററിൽ 4ഉം. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ ഫസ്റ്റ് ഇയറിലേക്ക് 8 സബ്ജക്റ്റ്, അതുപോലെ സെക്കൻഡ് ഇയറിലേക്ക്
നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് സെമസ്റ്റർ എന്നാണ്, അല്ല ഫസ്റ്റ് ഇയറിലായിട്ടാണ് 4 സബ്ജക്റ്റുകൾ. ഇപ്പോൾ ഇതിൽ നിന്നും 2 എണ്ണം ചൂസ് ചെയ്യുക മൈനർ കോഴ്സുകളിൽ നിന്ന്. അതുപോലെ തന്നെ ഈ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുകളിൽ നിന്നും 1 എണ്ണം ചൂസ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 4 എണ്ണം. സെക്കൻഡ് സെമസ്റ്ററിലും 4 എണ്ണം, ടോട്ടൽ 8 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ കോഴ്സ് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് UG സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഫോർത്ത് സെമ്മും തേർഡ് സെമ്മും ഫോർത്ത് സെമ്മിലും നിങ്ങൾക്ക് ഇതുപോലെ 8 സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. 1 2 3 4 5 6 7 8 അതുപോലെ 8 സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ UG ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫൈ ചെയ്ത് തരും. മാത്രമല്ല നിങ്ങൾ തേർഡ് ഇയർ ഫുള്ളായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ UG ഡിഗ്രി വിത്ത് മേജർ ഇൻ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 120 ക്രെഡിറ്റ്സിൻ്റെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് BSc ഫുഡ് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാനുള്ളത്. മാത്രമല്ല നിങ്ങൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓരോ ഇലക്റ്റീവ് സബ്ജക്റ്റുകളും തിരഞ്ഞെടുക്കേണ്ട 4 സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും ഓരോ വർഷത്തിലോ. അത് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ ഉത്തമമായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നമ്മളോട് കോൺടാക്റ്റ് നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ വിഷയങ്ങൾ ക്ലാസ് അവൈലബിൾ ആണ്, നോട്ട്സ് അവൈലബിൾ ആണ്, അസൈൻമെൻറ്റ്സ് അവൈലബിൾ ആണ്, പ്രൊജക്റ്റ് ഉണ്ടോ തുടങ്ങിയ വിവരം കാര്യങ്ങൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സബ്ജക്റ്റുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്